ഹായ് വെൽക്കം ടു ഓൾ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്ലാൻസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ കൂടാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ചെയ്യാം. നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊന്ന് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ്. ഒരു ഒതുക്കമുള്ളതും വർണ്ണാവുമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ആഫ്രിക്കൻ വയലറ്റുകൾ എന്ന് പറയുന്നത്. വെൽവെറ്റ്, പിങ്ക്, പർപ്പിൾ, വെള്ള എന്നീ കളറുകളിലൊക്കെ ഇതിൽ പൂക്കളെ കാണാൻ പറ്റും. ഇവയ്ക്ക് നല്ല തിളക്കമുള്ള വെളിച്ചവും നല്ല കെയറിങ്ങും അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കെയറിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കള്ളിച്ചെടി. ഇതൊരു ഉത്സവകാല ചെടി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിനകത്ത് പിങ്ക്, ചുവപ്പ്, വെള്ള എന്നീ നിറത്തിലുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. കൂടുതലായിട്ടും ഹാങ്ങിങ് പ്ലാന്റായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡെയ്സിയാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഗാർഡൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് ഈ ഡെയ്സി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പല നിറത്തിലുള്ള പൂക്കളെ കാണാൻ പറ്റും. വയലറ്റും പിങ്ക്, വൈറ്റും ഒക്കെ കളറുള്ള പൂക്കളെ നമുക്ക് ഈ ഡെയ്സി പ്ലാന്റിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മെലസ്റ്റോമയാണ്. മെലസ്റ്റോമ എന്ന് പറയുന്നത് നല്ല ഉയരത്തിലുള്ളതും അതിൻ്റെ ഇഷ്ടത്തിന് പൂക്കുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ മെലസ്റ്റോമ എന്ന് പറയുന്നത്. പിന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണിത്. നമ്മുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ പ്ലാന്റ്സ് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പ്ലാന്റാണിത്. പിങ്ക്, വൈറ്റ്, വയലറ്റ്, യെല്ലോ എന്നീ കളറിലൊക്കെ ഇതിൽ പൂക്കളുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്പൈഡർ ലില്ലിയാണ്. ഒരു അമേരിക്കൻ സസ്യങ്ങളിൽപ്പെട്ട ഒരു പ്ലാന്റാണെന്ന് പറയുന്നത് ഈ സ്പൈഡർ ലില്ലി എന്ന് പറയുന്നത്. ചില രാജ്യങ്ങളിൽ ഇതിനെ അലങ്കാര സസ്യങ്ങളൊക്കെ ആയിട്ട് വളർത്തുന്നുണ്ട്. ഇതിൻ്റെ പൂക്കളുടെ ആകൃതിയാണ് ഇതിന് സ്പൈഡർ ലില്ലി എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സിൻസിയോ പ്ലാന്റ് ആണ്. രണ്ട് തരത്തിലുള്ള സിൻസിയോ പ്ലാന്റ് ഉണ്ട്. സിൻസിയോ ഗ്രീൻ, സിൻസിയോ ബ്ലൂ. ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ സിൻസിയോ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തണ്ടുകളിലും വേരുകളിലും എല്ലാം വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള ഒരു കഴിവ് ഈ പ്ലാന്റിനുണ്ട്. സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. ഒരുപാട് സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള വെയിലിൽ നിന്ന് പരമാവധി ഈ പ്ലാന്റിനെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ സിൻസിയോ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓവറായിട്ട് വെള്ളം ആവശ്യമുള്ളൊരു പ്ലാന്റ് അല്ല. നമ്മുടെ പോട്ടിൻ്റെ ഈർപ്പത്തിനനുസരിച്ച് ഇതിന് വാട്ടറിങ് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് റിയോ പ്ലാന്റ് ആണ്. മോസസ് ഇൻ ദ ക്രാഡിൽ എന്നൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നല്ല കളർഫുൾ ഇലകളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് റിയോ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും വേണ്ട. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത്. നല്ല പോട്ടിലൊക്കെ ഇത് നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് ഈ റിയോ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും വാട്സപ്പ് കാറ്റലോഗും താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് വഴിയോ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്